40 അധ്യാപക വിദ്യാർത്ഥി അനുപാതം. ഇനി 50 ആയിക്കോട്ടെ. 30% ഇൻക്രീസ് വരുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 65 മുതൽ 75 വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക. 75 കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും? സമ്മേളനമാണോ? വിദ്യാർത്ഥി സമ്മേളനമാണോ നടക്കുന്നത്? അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? മാത്രമല്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇല്ലേ? ആ ഏജ് ഗ്രൂപ്പ് ഒരു ടീനേജിൻ്റെ മധ്യത്തിലാണ്. ടീനേജിൻ്റെ മധ്യത്തിലുള്ളൊരു ഏജ് ഗ്രൂപ്പാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ് ആ വിദ്യാർത്ഥികളുടെ സമയം. ജീവിതത്തിൽ അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല അതൊരു ജംഗ്ഷനാണ് +2 എന്ന് പറയുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക്, വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആൾ പോകണം എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് +2 എന്ന് പറയുന്നത്. അവിടെയാണ് ആ വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് 75 പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കുന്നു. എവിടെ പോകും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ? +2 എഡ്യൂക്കേഷന് കേരളത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഈ 5-6 ജില്ലകളിൽ, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന ജില്ലകളിലാണ്. ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുകയും എന്നാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് അത്ഭുതകരമായ വേഗത്തിൽ, വിസ്മയകരമായ വേഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വരികയും ചെയ്ത ജില്ലകൾ കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വിസ്മയകരമായൊരു മുന്നേറ്റം നടക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ചിറകൊടിക്കാൻ മാത്രം, ആ പറക്കൽ, കുട്ടികൾ പറന്നു പോകുന്നതിൻ്റെ ചിറക് അരിഞ്ഞു കളയാൻ വേണ്ടി മാത്രമാണ് ഈ സംവിധാനം ഉപകരിക്കുകയുള്ളൂ.